ജൂതന്മാര് ഇവിടെ ഏർപ്പാടാണ് ജാറുണ്ടാക്കല്, അതുപോലെ തന്നെ എന്നൊക്കെ പറയുമ്പോ പേരോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പച്ച ഖുബ്ബ അങ്ങനെ കാണിച്ചിട്ട് ആളുകളോട് ചോദിക്കുന്നു, ഈ ഖബർ ജൂതന്റെതാണോ എന്ന് ചോദിക്കുന്നു. ഞാൻ അവിടെ കിടക്കുന്ന ജൂതനാണെന്ന് പറഞ്ഞു എന്ന് വരുത്തി തീർക്കാനാണ് എന്ന് പറഞ്ഞിട്ട് എന്നോട് ഭീഷണി. എന്നാ പച്ചക്കള്ളമാണ് മൗലവി പറഞ്ഞതും. മൗലവി പറഞ്ഞു ജൂതന്മാരുടെ നടപടിയാണ് ജാറമുണ്ടാക്കൽ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മദീനത്തെ ജാറം കാണിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇത് ജൂതന്മാരുടേതാണോ? ജൂതന്മാരുടെ നടപടിയാണെങ്കിൽ അത് ഉണ്ടാക്കിയ ജൂതന്മാരായിരിക്കണമല്ലോ. അപ്പൊ മദീനയിൽ അള്ളാന്റെ റസൂലിന്റെ ശേഷം, സഹാബത്തിന്റെ ശേഷം മദീനയെ കുറെ ജൂതന്മാർ ഭരിച്ചിട്ടുണ്ടോ? ഇപ്പോഴും മദീനയിലെ സംരക്ഷിക്കുന്ന ജൂതന്മാരാണോ? അവിടെ പോകുന്ന ജൂതന്മാരാണോ? അങ്ങനെ ആ നിലയ്ക്ക് ഞാൻ ചോദിച്ചു, ഇത് ജൂതന്മാരുടേതാണോ? പറയണം മറുപടി മൗലവി എന്ന് പറഞ്ഞു. ഞാൻ അതിന് മൗലവിക്ക് എന്നോട് ദേഷ്യം. കാരണം സാധാരണക്കാർക്ക് ഇത് പിടുത്തം കിട്ടുമല്ലോ, ഇത് മൗലവിമാരെ തട്ടിപ്പ് ഓരോന്നോരോന്ന് വെളിച്ചത്താകുന്നുണ്ടല്ലോ, അതിന് എനിക്ക് ഭീഷണി. നിർത്തുന്നതാ നല്ലത് എന്നോട്. അതൊന്ന് കേട്ടോളിങ്ങൾ. അതും ഈ തട്ടിപ്പിലൂടെ ജൂതന്മാരുടേതാണോ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ പറയുന്ന വാചകം നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചോ. ജൂതന്മാരുടേതാണോ എന്നാണ് എന്റെ ചോദ്യം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, മദീനത്തെ പള്ളിയോടനുബന്ധിച്ചുള്ള ജൂതന്മാരാണോ മൗലവി? അത് മൗലവി എന്ത് ചെയ്തോ? മൗലവി എന്ന് പറഞ്ഞാൽ അട്ടിമറിയുടെ വലിയ മുട്ടിമറിക്കാരനാണ്. ഒക്കെ അട്ടിമറിക്കലാ മൂപ്പറ പരിപാടി. അങ്ങനെ മറുപടി കിട്ടൂലെങ്കിൽ മൂപ്പർ ചോദ്യം ഒന്ന് അട്ടിമറിക്കും, എന്റെ അട്ടിമറിച്ചു ചോദിക്കും. ഞാൻ നേർക്ക് നേരെ പറഞ്ഞ മറുപടി ഉണ്ടാവും. അതിനെ സമയത്ത് മൂപ്പര് പറയും, ആ പേരോട് അട്ടിമറിച്ചു കളഞ്ഞു എന്ന് പറയും. അത് അയാൾ അട്ടിമറിച്ച സ്ഥലത്ത് അത് പറയാ. മൂപ്പര് കളവ് പറയുമ്പോ പ്രത്യേകം പറയും, കൃത്യമായി പറയട്ടെ എന്ന് പറയും. എന്നാലും കളവാന്ന് ഉറപ്പായിരിക്കും. കളവാണ് ഉറപ്പുള്ളത് പറയുമ്പോ കൃത്യമായി മനസ്സിലാക്കണം എന്നിട്ടാ പറയാ. ഇപ്പൊ ഇതൊന്ന് കേട്ടോളി. മൗലവി എന്നെ ഭീഷണിപ്പെടുത്തി നോക്കിക്കോളി. ഏതാണ് ഒരു തട്ടിപ്പ്? ജൂതന്റേതാണോ എന്ന് ഞാൻ ചോദിച്ചു. വെച്ചുകൊടുത്തവനെ ഖബർ പൊളിക്കണമെന്ന ഹദീസ് ഞാൻ പറഞ്ഞാൽ, ഒരു മിനിറ്റ് ഇപ്പൊ ആദ്യം തന്നെ പറയുന്നൊരു വാചകം കേട്ടുങ്ങൾ. ഖബർ പൊളിക്കണമെന്ന ഹദീസ് ഞാൻ പറഞ്ഞാൽ, ഞാൻ മൗലവിമാരോട് ചോദിക്കുന്നു, ഖബർ പൊളിക്കണമെന്ന ഹദീസ് എവിടെ? ബുഖാരിയിലുണ്ടോ? മുസ്ലിമിലുണ്ടോ? ആ ഹദീസ് എവിടെ? പച്ചക്കള്ളം പറയാൻ വെക്കുമോനെ. ഖബർ പൊളിക്കണം എന്ന ഹദീസ് ഞാൻ പറഞ്ഞാൽ, അതല്ലെങ്കിൽ ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും ആരാധന നടത്തലും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്ലിപ്പ് അങ്ങ് കൽപ്പിച്ചിട്ട് മൂപ്പര് ചോദിക്കുന്നു, അതാ ഈ ജാറം ജൂതന്റെതാണെന്ന് പറയാൻ തയ്യാറുണ്ടോ മൗലവി? ഇത് ജൂതന്റെതാണെന്ന് പറയാൻ തയ്യാറുണ്ടോ? ആ വക ആ രൂപത്തിലുള്ള ചപ്പടാച്ചിയുണ്ടല്ലോ, മാന്യമായ ഭാഷയിൽ പേരോടിനോട് പറയുന്നു, അത് അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇത് എനിക്ക് ഭീഷണി. എന്നാ സഹോദരന്മാരെ, മാനമായ ഭാഷയിൽ ഞാൻ ഹുസൈൻ സലഫിയോട് പറയട്ടെ, സക്കരിയ സലാഹിനോട് പറയട്ടെ, മുജാഹിദിന്റെ മൗലവിമാരോട് പറയട്ടെ, ഞങ്ങളെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജാറത്തിനെതിരെ, ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ജാറത്തിനെതിരെ, മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ജാറത്തിനെതിരെ, അങ്ങനെ ഞങ്ങളെ മഹാന്മാരെ ജാറത്തിനെതിരെ സംസാരിക്കുന്ന ഏർപ്പാട് നിർത്തുന്നതാണ് നല്ലത് കേട്ടോ. ഇത് ഭീഷണിയല്ല. നിങ്ങൾ ആഖിറം രക്ഷപ്പെടുത്താൻ അതാണ് നല്ലത്. അതാണ് നിങ്ങൾക്ക് ആഖിറം രക്ഷപ്പെടുത്താൻ നല്ലത്. അല്ലെങ്കിൽ മൗലവിമാരെ, മഹാന്മാരെ ഖബറിനോടനുബന്ധിച്ച് ജാറമുണ്ടാക്കാൻ പാടില്ലെന്ന് ഒരായത്തുണ്ടെങ്കിൽ ഏത് സൂറത്തിലാണ് ആയത്ത് മൗലവിമാരെ? ആ സൂറത്തിന്റെ പേര് പറയൂ, ആയത്തിന്റെ നമ്പർ പറയൂ, അതിന്റെ അർത്ഥം പറയൂ. ഇനി ഹദീസാണെങ്കിൽ ആ ഹദീസിന്റെ കിതാബിന്റെ പേര് പറയൂ, നമ്പർ പറയൂ, ഹദീസിന്റെ വാചകം പറയൂ, അതിന്റെ അർത്ഥം പറയൂ. നിങ്ങൾ വിവരമില്ലാത്ത മുജാഹിദീങ്ങളെ മുന്നിലിരുത്തിയിട്ട് കാണിക്കുന്ന ചപ്പടാച്ചി അത് ഞങ്ങളെ മുന്നിൽ നടക്കൂല കേട്ടോ. ഞങ്ങൾ ഇമാം റംലി റളിയല്ലാഹു അൻഹു, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു, ഇമാം നബവി റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഇമാമിങ്ങൾ മഹാന്മാർക്ക് ജാറം പണിയുന്നത് പുണ്യമാണെന്നോ, അതുകൊണ്ട് ബറക്കത്ത് ലഭിക്കുമെന്നോ, അത് അവരുടെ സിയാറത്ത് സജീവമാക്കാൻ കാരണം
ഹറാമാണെന്നും അതേ ശാഫി മദ്ഹബിലെ നിഹായയിൽ പറഞ്ഞില്ലേ, തുഹ്ഫ പറഞ്ഞില്ലേ, ഇഹ്യ പറഞ്ഞില്ലേ, അങ്ങനെ ഓരോ ഇമാമിങ്ങളും പറഞ്ഞില്ലേ. വസിയ്യത്തിന്റെ ബാബ് ഞാൻ എടുത്തുദ്ധരിച്ചില്ലേ. ആ ഇമാമിങ്ങളെക്കാൾ വിവരമുള്ളവരാണ് നിങ്ങളെന്ന് അംഗീകരിച്ച് തരാൻ ഓ മൗലവിമാരെ മുസ്ലിമീങ്ങളെ കിട്ടൂല കേട്ടോ. ഇനി പറയാനുള്ളത് എന്താണെന്നറിയോ? നമ്മളെ സക്കരിയ സലാഹി ഇടമുട്ടത്തെന്ന് പറഞ്ഞ് ഖബർ ആദരിക്കാൻ പാടില്ല വെച്ചു കൊടുക്കോനെ. ബിംബാരാധകരുടെ തുല്യം തന്നെയാണ്, ബിംബാരാധകരുടെ തുല്യം തന്നെയാണ്, ബിംബാരാധകരുടെ തുല്യം തന്നെയാണ് ഇസ്തിഖാലു കസീരിൻ മിനൽ ഖൽഖി, പടപ്പുകളിൽ ഒരുപാട് ആളുകൾ ഏർപ്പെട്ടിട്ടുള്ളത്. എന്ത് ഖബർ ആരാധനയല്ല, മനസ്സിലാക്കി വെച്ചോ. ആരാധന ആദരവിടെ കൂട്ടിക്കേക്കാൻ ശ്രമിച്ചില്ല. ബിതഅലീമി ഖുബൂരിൽ അകാബിർ, മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കൽ, മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കൽ, മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കൽ. അപ്പൊ മഹാന്മാരെ ഖബർ ആദരിക്കൽ ബിംബാരാധനയാണെന്ന് സക്കരിയ പറഞ്ഞു. നാദാപുരത്ത് ഖണ്ഡനം 5-6 എണ്ണം അങ്ങ് നടന്നു. 7ാമത്തെ ഖണ്ഡനത്തിന് സെലഫി വന്നപ്പോൾ എന്റെ മുമ്പിൽ ഏത്തയിട്ട് കൊണ്ട് പറയുന്നു, മുസ്ലിമീങ്ങളെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്. അതങ്ങ് കേൾപ്പിക്കുക മോനെ. മുസ്ലിമിന്റെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്, സംശയമില്ല. മുസ്ലിമിന്റെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്, സംശയമില്ല. സംശയം നീങ്ങുന്നുണ്ട്. മൗലവിക്ക് ഇപ്പൊ സംശയമില്ല. മുസ്ലിമീങ്ങളെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്, സംശയമില്ല. ഇപ്പൊ സമ്മതിച്ചില്ലേ മൗലവിമാരെ? വെറുതെയല്ല ഞങ്ങൾ ഈ ആരോഗ്യം നശിപ്പിച്ച് നിങ്ങൾക്കെതിരെ പോരാടുന്നത്, വെറുതെയല്ല. നിങ്ങളെ കൊണ്ട് ഓരോന്നോരോന്ന് സമ്മതിപ്പിക്കാനാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, കേട്ടോ സഹോദരന്മാരെ. നിഹായ ഉദ്ധരിച്ച് ഞാൻ മുമ്പ് പ്രസംഗിച്ചില്ലേ, മുമ്പ് നിങ്ങൾ കേട്ടതാണ്. എന്നാൽ അത് പൊളിച്ചു കളയണമെന്ന് മൗലവി പറഞ്ഞില്ലേ? അതൊന്ന് വെക്കുമോനെ. ഇസ്ലാമിലുണ്ടോ അങ്ങനെ ചാരം കെട്ടിപ്പടുക്കലും ഒരു സംരക്ഷിക്കലും? പൊളിച്ചു കളയാനാ ഇസ്ലാമിന്റെ കൽപ്പന, പൊളിച്ചു കളയാനാ ഇസ്ലാമിന്റെ കൽപ്പന. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അങ്ങനെ ഒരൊറ്റ ഹദീസിൽ, ഖുർആനിലും ഹദീസിലുമില്ല. ഉണ്ടെങ്കിൽ ഇമാം ഗസാലി അത് പറയില്ല, ഇമാം റംലി പറയില്ല, ഇബ്നു ഹജർ പറയില്ല. ഖുർആനിലും ഹദീസിലും മഹാന്മാരെ ജാറത്തിന്മേൽ ഖുബ്ബ പണിയിൽ ഹറാമാണെന്നോ തെറ്റാണെന്നോ പൊളിക്കണമെന്നോ പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഞാനതൊക്കെ മുമ്പ് വിശദീകരിച്ചതാണ്. അനധികൃതമായി പള്ളി ഒരു സ്ഥലത്തുണ്ടാക്കിയ പള്ളി പൊളിക്കണം, മദ്രസ ഉണ്ടാക്കിയ മദ്രസയും പൊളിക്കേണ്ടി വരും. ഇതുപോലെ അനധികൃതമായ സ്ഥലത്ത് ഏത് കെട്ടിടമുണ്ടാക്കിയാലും പൊളിക്കണം, അത് മഖ്ബറയായാലും പൊളിക്കണം. അതൊക്കെ ഫിഖ്ഹിന്റെ നിയമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചല്ല നമ്മുടെ ചർച്ച. എന്നാൽ സഹോദരന്മാരെ നിങ്ങൾ ഓർക്കണം, അല്ല അതേ ഖബറൻ മുസ്രിഫന്നില്ല സവൈതുഹു എന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ. അത് ഖബർ കൂർപ്പിച്ചുകൊണ്ടുള്ള ഖബർ പരത്താനാണെന്നും ഒരു ചാണാക്കി ചുരുക്കാനാണെന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, നിങ്ങൾ പെരികത്തൂർ മഖബറയിൽ പോയിട്ടില്ലേ? അവിടുത്തെ ഖബർ പൊങ്ങി കാണുന്നുണ്ടല്ലോ. അത് ഖബർ പൊക്കിയതല്ല കേട്ടോ, ഖബറിന്റെ മേലെ പെട്ടി വെച്ചതാണ്, മരത്തിന്റെ പെട്ടി വെച്ചതാണ്, അതിന്റെ മേലെ തുണിയിടുകയാണ്. ഇത് തന്നെയാണ് റൗള ശരീഫിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ മേലെ പെട്ടി വെച്ചിട്ട് അതിന്റെ മേലെ തുണിയിടുന്ന ഏർപ്പാട് ലോകമൊട്ടാകെയുണ്ട്. അത് തെറ്റുള്ളതല്ല, അത് മുമ്പേ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരു ചാണിന്റെ മേലെ ഖബർ തന്നെ ഉയർന്നാലോ അതിന് തെറ്റില്ല എന്ന് ഫത്ഹുൽ ബാരി